സുജയ, കൂട്ടാക്രമണമാണോ നടന്നുകൊണ്ടിരിക്കുന്നത്? കൂട്ടാക്രമണം എന്നതിനപ്പുറം ഇത് ഒരു സംഘടിത സ്വഭാവമുള്ള ആക്രമണമാണ്. ആദ്യമായല്ല നമ്മൾ ഈ ആക്രമണം കാണുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ബുദ്ധി കേന്ദ്രമുണ്ട് എന്നത് കൃത്യമായി മനസ്സിലാകുന്ന രീതിയിലാണ് ഇപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണമടക്കം. ഈ ബ്രിഗേഡിന് ഒരു ബ്രിഗേഡിയർ ഉണ്ട്. ആ ബ്രിഗേഡിയർ വളരെ നൈസായിട്ടാണ് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാളായിട്ടൊന്നും പറയുന്നില്ല. എല്ലാവർക്കും ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാകും ആരാണ് ആ ബ്രിഗേഡിയർ എന്നത് സംബന്ധിച്ച്. ആ ബ്രിഗേഡിയർ പുറത്ത് എക്സ്പോസ്ഡ് ആകുന്ന ഒരു ദിവസം വരും. കാരണം കോൺഗ്രസ് നേതാക്കൾ എത്ര എന്ന് വെച്ചാൽ ക്ഷമിക്കുക, വലിയ പാരമ്പര്യമുള്ള വർഷങ്ങളായി കോൺഗ്രസിനുള്ളിൽ പ്രവർത്തിച്ച് കയറി വന്ന പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെയാണ് കൂട്ടം തിരിഞ്ഞ് ആക്രമിക്കുന്നത്. ഞാനും എൻ്റെ സംഘവും എന്ന മട്ടിൽ അങ്ങനെ ഒരു സ്വന്തമായ ഒരു സംഘം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ കോൺഗ്രസിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ ഒപ്പം കൊണ്ടു നടന്നിരുന്ന ആളാണല്ലോ. അപ്പോൾ പരസ്യമായി എടുക്കുന്ന ഒരു ടാക്ടിക്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ച് അയാൾ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർത്തും പറഞ്ഞിട്ടില്ല. വളരെ സേഫ് സോണിൽ നിന്നുകൊണ്ടുള്ള കളിയാണ്. പക്ഷേ അതേസമയം തന്നെ ഈ ബ്രിഗേഡിനെ ആക്റ്റീവ് ആക്കുന്നുണ്ട്. നമ്മൾ പറയുമല്ലോ, ഈ ചാവേർ ബോംബ് എങ്ങനെയാണ് പൊട്ടിത്തെറിക്കുന്നത്? ചാവേർ ആക്രമണങ്ങളിൽ കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാകും, ആരാണ് ചാവേർ ആകേണ്ടതെന്ന്. ആ രീതിയിലാണ് ഈ പൊട്ടിത്തെറി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഈശ്വറാണ് ആദ്യത്തെ ചാവേർ. അതിനുശേഷം സുപ്രീം കോടതി അഭിഭാഷകർ വരുന്നു. ഇതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ടൈം ലൈൻ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് എവിടെയാണ്, എപ്പോഴാണ് ഈ ചാവേറുകൾ പൊട്ടിത്തെറിക്കേണ്ടത്. അത് കൃത്യമായി പ്ലാൻഡ് ആണ്. ഇതൊരു പ്ലാൻഡ് ഓപ്പറേഷനാണ് നടക്കുന്നതെന്നതിൽ എനിക്ക് ഒരു സംശയവുമില്ല. ഈ പ്ലാൻഡ് ഓപ്പറേഷൻ, ഈ സംഘടിതമായിട്ടുള്ള ഈ സൈബർ ബുള്ളിയിങ് അത് തടഞ്ഞേ പറ്റൂ. കാരണം അല്ലെങ്കിൽ അത് കേരളീയ പൊതുസമൂഹത്തിന് അത് വലിയ ഭീഷണിയായി മാറും. രാഷ്ട്രീയ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ പരാതിയുമായി രംഗത്ത് വരുന്ന സ്ത്രീകൾക്ക് എന്നുള്ളതല്ല, അവരെ ആരെതിർത്താലും നശിപ്പിച്ച് കളയും. അങ്ങനെയാണ് അവരുടെ ആ ഒരു ബുദ്ധി പോകുന്നത്. അത് ശരിയായ ഒരു രീതിയല്ല. അത് രാഷ്ട്രീയത്തിലായാലും പൊതുമണ്ഡലത്തിലായാലും ആ ഒരു രീതിക്ക് തടയിട്ടേ പറ്റൂ. അപ്പോൾ ഇപ്പോൾ സൈബർ കുറ്റകൃത്യങ്ങളുടെ പരിധിയിൽ വരുന്ന കാര്യം ചെയ്തതുകൊണ്ട് സൈബർ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു ക്രിമിനൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. അതായത് ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. ഈ പോസ്റ്റുകൾ വരുന്നതിൽ ഈ സൈബർ ഇടത്തിലെ ഈ കുറ്റകൃത്യത്തിന് പിന്നിൽ നടക്കുന്ന ഒരു ഗൂഢാലോചനയുണ്ട്. അത് ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് കേസ് ചാർജ് ചെയ്യേണ്ട രീതിയിലേക്ക് വരേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ ഒരു കൃത്യമായ ഗൂഢാലോചന നടന്നതിന് ശേഷമാണ് സൈബർ പ്ലാറ്റ്ഫോംസ്, അതായത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ ഇതിൻ്റെ പോസ്റ്റുകൾ അല്ലെങ്കിൽ കൃത്യമായി ഈ ലൈക്ക് ഇടേണ്ടത്, കമൻറ്റ് ഇടേണ്ടത് തുടങ്ങി സകല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിലാണ് ആദ്യമായിട്ട് ഈ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്ന ഈ ഒരു പോസ്റ്റ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് രാവിലെ ബ്രേക്ക് ചെയ്ത വാർത്ത. അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഒരു സ്ലട്ട് ഷെയ്മിങ് എന്നതിന് അപ്പുറം ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഒരു സ്ത്രീയാണ്. ഏതെങ്കിലും ഒരു സ്ത്രീയെ സ്ലട്ട് ഷെയിം ചെയ്യുന്നത് പോലെയല്ല, ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഒരു സ്ത്രീ. ആ പ്രതിസന്ധിയും അതോടൊപ്പം തന്നെ ആ പ്രതിസന്ധിക്ക് അവരെ തള്ളിയിട്ട അല്ലെങ്കിൽ അതിൽ ഉത്തരവാദിയായ ആൾ തന്നെ അവരുടെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഈ പരാതി കൊടുക്കുന്നതിൽ നിന്ന് ഇത്രയും കാലം പിന്തിരിപ്പിക്കുകയും ചെയ്തതിന് ശേഷം അത് ഒരു വൃഥാ വാഗ്ദാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ ആ പരാതി നൽകാൻ തയ്യാറെടുക്കുന്നത് അത്രയേറെ ഒരു മാനസിക ബുദ്ധിമുട്ടൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ടാകും. അല്ലെങ്കിൽ അവർക്ക് പല അഭിപ്രായങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടാകും. പരാതി കൊടുക്കണമെന്നും കൊടുക്കണ്ട എന്നുമുള്ള രണ്ട് അഭിപ്രായങ്ങളിൽപ്പെട്ട അവർ തന്നെ ആ ഒരു മാനസികാവസ്ഥയിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടാകും. അതെല്ലാം മറികടന്ന് അവരെടുത്ത ഒരു ഡിസിഷനാണ് ഈ പരാതി നൽകൽ. ആ പരാതി നൽകിയ ആളെ അവരാരാണ് എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ്. അവർ ഒരു മോശം സ്ത്രീയാണ് എന്ന് വരുത്തി തീർക്കുകയാണ്. അവർ കടന്നുപോയ അവസ്ഥ എന്ന് പറയുന്നത് അതിനെ ഇല്ലാതാക്കിക്കൊണ്ട്, അതിന് സീറോ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നതാണ് ഇതിലെ ഗുരുതരമായ കുറ്റകൃത്യമായിട്ട് ഞാൻ കാണുന്നത്. കാരണം എന്തായാലും എന്ത് സംഭവമായാലും അതിനകത്ത് ഇപ്പോൾ ഇയാൾ പറയുന്നത് പോലെ ഇയാളുടെ ഭാഗത്താണ് ന്യായമെന്ന് വെക്കുക. പക്ഷേ ഈ കാണിക്കുന്ന സ്ലട്ട് ഷെയ്മിങ്ങിന് അല്ലെങ്കിൽ ഈ കാണിക്കുന്ന ഇവരെ മോശക്കാരിയാക്കി ചിത്രീകരിക്കുന്ന ആക്ടിന് അതിനെന്ത് ന്യായീകരണമാണുള്ളത്? ഒരു ന്യായീകരണവുമില്ല. അവർ ഏതെങ്കിലും തരത്തിൽ ഇയാളെ സ്ലട്ട് ഷെയിം ചെയ്യുന്നതിനായി എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ അവർ ചെയ്യുകയാണോ ചെയ്തത്? അവരൊരു പരാതി പോലും കൊടുക്കാതെ മാറി നിൽക്കുകയായിരുന്നു. നിവൃത്തിയില്ലാതെ വന്നപ്പോൾ മാത്രമാണ് അവർ ആ പരാതി കൊടുക്കുന്നതിലേക്ക് എത്തിയത്. ആ പരാതി കൊടുക്കുമ്പോൾ ആ പരാതിയെ നിയമപരമായി നേരിടും, സത്യമേവ ജയതേ എന്ന് പറഞ്ഞ് പോസ്റ്റ് വിട്ടു പോയ ആളുടെ പിണിയാളുകൾ, അങ്ങനെ തന്നെയാണ് വിശേഷിപ്പിക്കേണ്ടത്. ആ പിണിയാളുകൾ വന്നിട്ട് ആ പെൺകുട്ടിയെ കൊത്തിക്കീറുകയാണ്. കഴുകന്മാരുടെ ഒരു മാനസികാവസ്ഥയോട് കൂടിയാണ്. കഴുകന്മാർ എങ്ങനെയാണോ ശവശരീരത്തിന് മുകളിലേക്ക് ആർത്ത് വന്ന് വീഴുന്നത്, എങ്ങനെയാണോ ഈ മാംസഭാഗങ്ങൾ കൊത്തിയെടുക്കുന്നത്, അതുപോലെ ആ പെൺകുട്ടിയെ പിച്ചി ചിന്താനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്തത്. ആ പെൺകുട്ടി ഇതിൻ്റെ ഒരു മാനസിക ബുദ്ധിമുട്ടിൽ, അങ്ങനെ ഒരു മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാകാതെ അതിൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ ആ കുട്ടിയെ ചേർത്ത് നിർത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ആ കുട്ടിക്ക് എപ്പോഴാണ് ഒരാളുടെ ഒരു മാനസിക നിലയിൽ ഇത്രയും പ്രതിസന്ധിയിലൂടെ കടന്നുപോയി പരാതി നൽകി ആ പരാതിയുടെ ഭാഗമായിട്ടുള്ള മൊഴിയെടുക്കലിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും എല്ലാം പോവുകയാണ്. അതിനിടയിലാണ് ഈ രീതിയിലുള്ള ഒരു ആക്രമണം കൂടി അവർക്ക് നേരിടേണ്ടി വരുന്നത്. അപ്പോഴുണ്ടാകുന്ന അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അതോ അങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ടായി ഈ കുട്ടി എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഈ എപ്പിസോഡ് അങ്ങ് അവസാനിക്കണം എന്ന് ആഗ്രഹിക്കുകയാണോ ഈ ബ്രിഗേഡ് എന്ന് ന്യായമായും സംശയിച്ചു പോകേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റ് ഉള്ള മനുഷ്യരെ അവരെ വെറും ഒരു സൈബർ കേസ് കൊണ്ടാണോ നേരിടേണ്ടത് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയോടുള്ള എൻ്റെ ചോദ്യം. കാരണം ഇതെന്ന് പറയുന്നത് ഇതൊരു സ്പെസിമനായി എടുത്തുകൊണ്ട് ഈ ഒരു കാര്യത്തിന് അറുതി വരുത്താനായിട്ട് സംസ്ഥാന സർക്കാരിന് സാധിച്ചാൽ അതൊരു എക്സാമ്പിൾ ആയിരിക്കും.
അത് കേരളീയ പൊതുസമൂഹത്തിൽ ഇതുപോലെ പരാതിയുമായി രംഗത്ത് വരുന്ന ഈ രീതി, ഇപ്പോൾ ലൈംഗിക ആക്രമണത്തിനുള്ള പരാതിയല്ല, ഏത് പരാതിയായാലും ഒരു പരാതിയുമായി ഒരു സ്ത്രീ രംഗത്ത് വരുമ്പോൾ ആ സ്ത്രീയെ മോശക്കാരിയാക്കി ചിത്രീകരിച്ചുകൊണ്ട് അവളുടെ പരാതിയെ ഇല്ലാതാക്കിക്കൊണ്ട്, ആ പരാതിയുടെ മെറിറ്റിനെ ഇല്ലാതാക്കിക്കൊണ്ട് അവളെ അങ്ങ് ആക്രമിച്ച് ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു രീതിക്ക് തടയിടുന്നതിന് ഈ സംഭവത്തിന്, ഈ ബ്രിഗേഡിന് കൃത്യമായ ശിക്ഷ ഉറപ്പാക്കുന്ന രീതിയിലുള്ള നിയമ നടപടിയിലേക്ക്, സെറ്റിൽമെന്റിലേക്കല്ല, കൃത്യമായ നിയമ നടപടിയിലൂടെ അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിലേക്ക്, അകത്ത് കിടക്കണമെന്നേ, അല്ലാതെ പുറത്തിറങ്ങി പോവല്ല വേണ്ടത്, അകത്ത് കിടക്കണം. ആ രീതിയിലുള്ള ഒരു ശിക്ഷ കൊടുക്കാനായിട്ട് സംസ്ഥാന സർക്കാർ തയ്യാറായാൽ മാത്രമേ ഏത് കൂട്ടത്തിൻ്റെ ആയാലും ഈ ആക്രമണം തീരുകയുള്ളൂ എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം. ഇനി ഇവിടെ ഈ ചാനൽ ചർച്ചകളിലേക്ക് വന്നിരുന്ന് പറയുന്ന അഭിപ്രായ പ്രകടനങ്ങൾ കഴിഞ്ഞ 2 ദിവസവും സ്മൃതി മാഡത്തിന്റെ ചർച്ചയിൽ, ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാടിൽ വന്നിട്ട് ആവർത്തിക്കുകയാണ്. അതിന് മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടാണ് കേട്ടോ ഈ ചർച്ചയ്ക്ക് വരുന്നത്. ആ വീഡിയോ ഞാൻ ഇരുന്ന് കാണുകയായിരുന്നു. അപ്പോഴാണ് ചർച്ചയിൽ വന്നിട്ട് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങ് പറയുകയാണ്, ഇതാണ് എനിക്ക് പറയാനുള്ളത്, ഇതാണ് എൻ്റെ നറേറ്റീവ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ചോദ്യത്തിന്റെ കണ്ടന്റ് എന്താണെന്ന് നോക്കുന്നില്ല, നേരത്തെ ചെയ്ത വീഡിയോയിലെ കണ്ടന്റ് എന്താണോ അത് ആവർത്തിക്കാൻ ആ സ്പേസിനെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇയാളെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നതിന് നമ്മുടെ ചർച്ചയും എന്തായാലും ഉപകാരപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അതും ഒരു ഡിജിറ്റൽ എവിഡൻസ് ആയി തന്നെ കിടക്കുന്നുണ്ട്. കാരണം ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമത്തിൽ വന്നിരുന്നും ഇത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും, കണ്ടന്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴേക്കും വന്ന പാകപ്പിഴ എന്ന് പറഞ്ഞാലും ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞത് എന്താണ്? അത് തോട്ട്ഫുൾ ആയിട്ടുള്ളൊരു ആൻസറാണ്. ആ ആൻസറിലും ഈ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പർപ്പസ്ഫുൾ ആണ് ആ പെൺകുട്ടിയെ ഇല്ലായ്മ ചെയ്യണം, അവളുടെ ക്യാരക്ടറിനെ ഒരു മോറൽ പോലീസിങ്ങിന് വിധേയമാക്കണം. ഒരു മോറൽ പോലീസിങ് ഒരു മാധ്യമത്തിന് മുന്നിൽ വന്നിരുന്നു പോലും, ഒരു മാധ്യമത്തിൻ്റെ അല്ല, അയാൾ പങ്കെടുത്ത ചർച്ചകളിലെല്ലാം ഉണ്ട്, എല്ലാ ചർച്ചകളിലുമുണ്ട്. 10 സെക്കൻഡും 30 സെക്കൻഡും ചോദിച്ച് വാങ്ങിച്ച് പറയുന്നത് മുഴുവൻ വിഡ്ഢിത്തവും വിവരക്കേടുമാണ് എന്നുള്ളത് അത് ജനം മനസ്സിലാക്കണം. ഇങ്ങനെയൊന്നുമല്ല ഒരാളെ പിന്തുണയ്ക്കേണ്ടത്. അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അയാൾ കുറ്റക്കാരനാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഈ വിഷയത്തിൽ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിട്ടില്ല. മുൻകൂർ ജാമ്യാപേക്ഷയാണ് ആകെ നൽകിയിരിക്കുന്നത്. ഇതിന്മേൽ കേസെടുത്ത് അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. അയാൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിട്ട് ശിക്ഷ വിധിക്കട്ടെ, നമ്മൾ ആരും ശിക്ഷ വിധിക്കുന്നില്ല. പക്ഷേ ആ ഒരു പ്രോസസ്സിലൂടെ പോലും അയാളെ കടന്നു പോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്ലീൻ ചിറ്റ് കൊടുക്കാൻ ഈ പറയുന്ന വ്യക്തി ആരാണ്? അതിനുള്ള എന്ത് ഉത്തരവാദിത്തമാണ് സമൂഹം അയാൾക്ക് കൊടുത്തിരിക്കുന്നത്? ഈ രീതിയിൽ പുറത്തേക്ക് ഇറങ്ങി വന്ന് ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ന്യായീകരണം എന്ന് പറയുന്നത് അയാൾ പിന്തുണയ്ക്കുന്നയാളെ ന്യായീകരിക്കുന്നത് മാത്രമല്ല, ഇപ്പുറത്ത് നിൽക്കുന്നയാളെ തേജോവധം ചെയ്യുകയാണ്. അതിലാണ് ഇവിടുത്തെ തെറ്റിരിക്കുന്നത്. അങ്ങനെ ചെയ്യാനായിട്ടുള്ള ഒരു മോറൽ റൈറ്റും ഒരു മോറൽ പോലീസിംഗ് റൈറ്റും ഈ പറയുന്ന രാഹുൽ ഈശ്വരനായാലും സന്ദീപ് വാര്യർക്കായാലും മറ്റ് 2 സ്ത്രീകൾക്കായാലും ഇവർക്ക് ആർക്കും ഈ സമൂഹം നൽകിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു ഉത്തരവാദിത്വവും ഇവരെ ഈ സമൂഹം ഏൽപ്പിച്ചിട്ടില്ല. കേരളീയ പൊതുസമൂഹം അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഇവരെ 4 പേരെ എന്നല്ല, ഇവരെ പിന്തുണയ്ക്കുന്ന കമന്റുകൾ ഇടുന്ന സോക്കോൾഡ് ഈ കൂട്ടത്തിൽ ബ്രിഗേഡിന്റെ ഭാഗമായ ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്നതാണ് എൻ്റെ ഈ വിഷയത്തിലെ അഭിപ്രായം. അപ്പോൾ ഇതൊരു കൂട്ട ആക്രമണമാണ്. മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള മാങ്കൂട്ടത്തിൽ ബ്രിഗേഡിന്റെ ഒരു ആക്രമണമാണ്. അതിന് പിന്നിൽ നിൽക്കുന്നത് ഏത് പറമ്പിലുള്ളവരായാലും അവരെ കേരളീയ പൊതുസമൂഹം തിരിച്ചറിയും എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം. Meet the editors.